മൃഗസംരക്ഷണം, കൃഷി, കായിക മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. സഞ്ചരിക്കുന്ന മൃഗാശുപത്രി പദ്ധതിയും ബജറ്റ് ലക്ഷ്യമിടുന്നു. ഇടത്തറ മുഹമ്മദൻസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക്, ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് എന്നിവയ്ക്കും തുക വകയിരുത്തി. മൃഗസംരക്ഷണം, കൃഷി, കായികം, ടൂറിസം എന്നിവയ്ക്ക് പരിഗണന നൽകിയാണ് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത്. പഠനമുറി പൂർത്തീകരണത്തിനായി 16,95,400 രൂപ വകയിരുത്തുന്നു. SC കുടുംബത്തിന് സുന്ദരവർണ്ണം എന്ന പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നു. ആയതിന് 14 ലക്ഷം രൂപ വകയിരുത്തുന്നു. സ്നേഹക്കൂട് വൃദ്ധർക്ക് കൈത്താങ്ങ് എന്ന പ്രോജക്റ്റിന് 28 ലക്ഷം രൂപ വകയിരുത്തുന്നു. സ്മാർട്ട് കിച്ചൺ പൂർത്തീകരണം പദ്ധതിക്ക് 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. SCP ഫണ്ട് ഉപയോഗിച്ച് വിവിധ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് 65 ലക്ഷം രൂപ വകയിരുത്തുന്നു. നടുമുരിപ്പ് പുല്ലാമൺ മൂലക്കട ഭാഗത്ത് തോട് സൈഡ് കെട്ടും സ്ലാബ് നിർമ്മാണത്തിനും 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. സഞ്ചരിക്കുന്ന മൃഗാശുപത്രിയാണ് ബജറ്റിൽ പ്രധാനമായും വിഭാവനം ചെയ്തിരിക്കുന്നത്. ഡോക്ടറുടെ സേവനത്തിനൊപ്പം കാലിത്തീറ്റയും പശുക്കൾക്കുള്ള മരുന്നുകളും ഉൾപ്പെടുത്തിയാകും മൃഗാശുപത്രി പ്രവർത്തിക്കുക എന്ന് വൈസ് പ്രസിഡന്റ് പൊന്നമ്മ ജയൻ പറഞ്ഞു. മലയോര മേഖലയിലെ യുവാക്കളുടെ കായിക മേഖലയുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് ഇടത്തറ മുഹമ്മദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് സ്ഥാപിക്കും. വനിതാ ഗ്രൂപ്പുകൾക്ക് സംരംഭങ്ങൾ തുടങ്ങി വനിതകളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് 1,80,000 രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. SH ഗ്രൂപ്പുകൾക്ക് മിനി ക്ലസ്റ്റർ യൂണിറ്റ് നിർമ്മാണത്തിനായി 8,60,630 രൂപയും സഹായം നൽകാനായി 5 ലക്ഷം രൂപയും പുരുഷ സ്വയം തൊഴിൽ ഗ്രൂപ്പിന് ഒരെണ്ണത്തിന് 2.5 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. വനിതാ ഫിറ്റ്നസ് ക്ലബ്ബുകൾക്കായി ഉപകരണങ്ങൾ വാങ്ങാൻ 10 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പിനായി 18,84,000 രൂപ നീക്കിവെച്ചു. പകൽ വീടുകളുടെ ആധുനീകരണത്തിന് 8 ലക്ഷം രൂപയും ബ്ലോക്ക് പരിധിയിലെ 185 അംഗനവാടികളുടെ വികസനത്തിന് 10.5 ലക്ഷം രൂപയും നീക്കിവെച്ചു. സ്കൂളുകളെ സ്മാർട്ടാക്കാൻ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾക്ക് 27 ലക്ഷം രൂപയും വകയിരുത്തി. വന്യജീവി ശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുന്നതിന് 18 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കും. പട്ടാഴി ഓപ്പൺ ഓഡിറ്റോറിയം നവീകരണത്തിന് 5 ലക്ഷം രൂപയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. കുന്നിക്കോട്, ഇളമ്പൽ, പിടവൂർ മേഖലയിൽ ഒട്ടേറെ റോഡുകൾക്കും പണം വകയിരുത്തി. ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശുഭാകുമാരി, ഷീജ ഷാനവാസ്, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ CR സൂര്യകുമാർ, സനിത തോമസ്, അനന്തുപിള്ള, S ഷക്കീം, ജെസി തോമസ്, ശ്രീജിത്ത്, രശ്മി, M ജിയാസുദ്ദീൻ, ജയശ്രീ ആനന്ദ്, ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.